എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പ്രത്യേകിച്ച് ക്ലിപ്സോ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങള് ഈ ഇൻഫ്ലുവൻസർമാര് ചെയ്യുന്ന വീഡിയോകളില് ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ടോ? അതായത് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഈ കുട്ടികൾ ചെയ്യുന്ന വീഡിയോകള്, കുട്ടികളുടെ പാരന്റ്സ് അവരെ വെച്ച് ചെയ്യുന്ന വീഡിയോകള്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്. സ്കൂളിലേക്കുള്ള സാധനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്ന സമയമാണ്. അപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോകൾ കാണുമ്പോൾ അതിനകത്ത് കുട്ടികളുടെ ബുക്സ് മേടിക്കുന്നതും ബാഗ്സ് മേടിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മേടിക്കുന്നതായിട്ടുള്ള വ്ളോഗുകൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോകൾ കണ്ടിട്ട് നിങ്ങളുടെ മക്കൾ ഇന്ന കുട്ടിയുടെ പാരൻസ് കണ്ടില്ലേ, അവർക്ക് ഇന്ന ബാഗ് മേടിച്ചു കൊടുത്തു, ഇന്ന ജോമെട്രിക് ബോക്സ് മേടിച്ചു കൊടുത്തു, ഇന്ന ടിഫിൻ ബോക്സ് മേടിച്ചു കൊടുത്തു, എനിക്കും അതുപോലത്തെ ബോക്സ് വേണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെ ഒന്ന് രണ്ട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഒരു സൈഡിൽ അവരുടെ സന്തോഷം കണ്ടുള്ള സന്തോഷം തോന്നി. പക്ഷേ മറ്റൊരു സൈഡിൽ ഒരുപാട് കുട്ടികൾ അവരുടെ പാരൻസ് ബാഗ് മേടിക്കാനോ അല്ലെങ്കിൽ യൂണിഫോം മേടിക്കാനോ ബുക്സ് മേടിക്കാനോ ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽസ് മേടിക്കാനോ ഒന്നും കാശില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണിത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാനും മനുവും കൂടി ചേർന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തു. ഗിവ് അവേ ഇൻ ദ സെൻസ് അതിനകത്ത് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയോ ഒന്നും അല്ല അത് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ബാഗ് മേടിക്കാൻ ഞങ്ങൾ മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാഗാണ്. കുറച്ച് പേർക്ക്, ഒരുപാട് പേർക്കല്ല കേട്ടോ, കുറച്ച് പേർക്ക് ബാഗ് മേടിക്കാൻ വേണ്ടി ബാഗ് മേടിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളൊരു ഗിവ് അവേ അനൗൺസ് ചെയ്തു. അതിനുവേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാഗ് മേടിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവ് ഡീകോഡ്സ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് മനു എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ ഏകദേശം 10ഓളം പേരാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒരുപാട് റീച്ചുള്ള അക്കൗണ്ട് അല്ല, വളരെ ചെറിയ അക്കൗണ്ടാണ്. 2000-2500 ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ചില വീഡിയോസ് മാത്രമാണ് ഒരുപാട് റീച്ചിലേക്ക് പോകുന്നത്. ഈ വീഡിയോ ഒരു 10-2000 പേർക്കകത്തേ കണ്ടിട്ടുള്ളൂ. ആ 2000 പേർക്കകത്തിൽ നിന്നിട്ട് ഒരു 10ഓളം ആൾക്കാർ കോൺടാക്ട് ചെയ്തു. അതിനകത്ത് ഒരു അമ്മ വന്നിട്ട് അവരുടെ കഥ പറയുന്നുണ്ടായിരുന്നു. 4 മക്കളാണ്. 4 മക്കളിൽ 2 പേര് മെന്റലി ഡിസേബിൾഡ് ആണ്. അവർക്ക് 2 പേരെ സ്കൂളിൽ വിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു മോൻ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് അവനെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. അവനെ വീട്ടിൽ ഇരുത്തിയാണ് പഠിപ്പിക്കുന്നത്. മറ്റേ മകൻ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ മകന് ബാഗ് വേണം. ബാഗ് മേടിക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വേറൊരു കുട്ടി, ആ പെൺകുട്ടിയും അതിൻ്റെ അനിയത്തിയും പഠിക്കുന്നുണ്ട്. പെൺകുട്ടി 10ാം ക്ലാസ്സിൽ, അനിയത്തി 7ാം ക്ലാസ്സിൽ. 2 പേർക്കും കൂടി ബാഗും മറ്റ് സാധനമെല്ലാം മേടിക്കാനുള്ള കാശ് അവരുടെ ഇല്ല. അറ്റ്ലീസ്റ്റ് അനിയത്തിക്കെങ്കിലും ഒരു ബാഗ് കിട്ടുമെന്നാണ് ചോദിച്ചത്. ഇനി അടുത്തൊരു ഫാമിലി മെസ്സേജ് അയച്ചത്, അതും 4 മക്കളാണ്. 4 മക്കൾക്കും ബാഗ് മേടിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ പഠിക്കുന്ന കുട്ടികളുടെ പഠിത്ത ചെലവൊന്ന് ആലോചിച്ച് നോക്കുക. നല്ല എമൗണ്ട് വേണം. അതിപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ആയിക്കോട്ടെ, പ്രൈവറ്റ് സ്കൂൾ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇവർക്ക് പഠിക്കാൻ നല്ലൊരു എമൗണ്ട് വേണം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുന്ന കുട്ടികളുള്ള ഒരു സമൂഹത്തിൽ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് അവരുടെ മക്കൾക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് തോന്നുന്ന ചിന്ത എന്തായിരിക്കും? എൻ്റെ അച്ഛനമ്മയ്ക്ക് കഴിവില്ല, അത് മേടിച്ച ഒരാളുടെ നിവൃത്തിയില്ല എന്നൊരു രീതിയിൽ അവർ ചിന്തിക്കും, ഉറപ്പായിട്ട് ചിന്തിക്കും. ഇന്ന് രാവിലെ ഞാനൊരു ഓഡിയോ കേട്ടു. അതിനകത്ത് ഒരു അമ്മയാണ് വളരെ വിഷമത്തോടെ പറയുന്നു, അവരുടെ 7 വയസ്സുള്ള കുട്ടി ഒരു ഫാമിലി വ്ളോഗറുടെ വീഡിയോ കണ്ടിട്ട്, ആ ഫാമിലി വ്ളോഗറുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊളാബ് കിട്ടുക അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുക, കൊളാബ് കിട്ടുമ്പോൾ അവിടെ പോയി ഷോപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അല്ലാണ്ട് ഷോപ്പിംഗ് നടത്തുക, ആ വീഡിയോകളെല്ലാം പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ അവർക്ക് ആ കൊളാബിലൂടെ തന്നെ നല്ല കുറേ സാധനങ്ങൾ കിട്ടുമായിരിക്കും. അതെല്ലാം ഇവർ മേടിച്ചതായിട്ട് കാണിക്കും. ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ ആ ചാനലിൻ്റെ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം വെറുതെ അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷേ അത് എത്രമാത്രം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മക്കളെ വേദനിപ്പിക്കുന്നു എന്നുകൂടി ചിന്തിക്കാം. നിങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ സാധനങ്ങളെങ്കിലും കാണിക്കാതിരിക്കുക. നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ, അത് മേടിച്ചോളൂ, പ്രശ്നമല്ല. പക്ഷെ പിന്നെ വന്നിട്ട് ഇതിന് അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ബാഗ് മേടിച്ചത് എനിക്കൊന്നൊരു 6-7 ബാഗ് ഉണ്ട്. ഒരു വർഷത്തേക്കുള്ള ബാഗ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ബാഗ് മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കുട്ടികളുള്ള നാടാണ് നമ്മുടെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ആ നാട്ടിൽ ഇത്രയും ബാഗ് വെച്ചിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ, ഏകദേശം ഒരുപാട് ഫോളോവേഴ്സുള്ള, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലുമാണത്. അതുകൊണ്ട് തന്നെ ആ ചാനൽ കൂടുതലും കാണുന്നത് കുട്ടികളുമാണ്. കാരണം ഇതിനകത്ത് ഇവർ കുട്ടികളെ വെച്ചിട്ടാണ് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോകൾ കൂടുതൽ കാണുന്നത് കുട്ടികളായതുകൊണ്ട് തന്നെ അവർ അതിലേക്ക് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വീട്ടിൽ പാരൻസിനോട് പറയുവാണ്, ദേ കണ്ടില്ല ഇന്ന ചാനലിൽ ഞാൻ ഇന്ന പോലെ ബാഗ് കണ്ടു, എനിക്ക് അതുപോലത്തെ ബാഗ് മേടിച്ചിട്ടും ചോദിക്കും. പാരൻസിന് അത് മേടിച്ചിട്ടുള്ള കാശില്ല. കാര്യം അവർ മേടിക്കുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിലയുള്ള ബാഗായിരിക്കും. അത് മേടിക്കാനുള്ള കാശ് അല്ലെങ്കിൽ അവർക്ക് അത് കൊളാബറേറ്റ് ചെയ്തായിരിക്കും.
അത് മേടിക്കാനുള്ള കാശ് ആരുടെ ഇല്ല, ഇവിടെ പാരൻസിൻ്റെ ഇല്ല, അവർ വിഷമിക്കും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോ എങ്കിലും ഒഴിവാക്കുക. ഞാൻ ഈ ഫാമിലി വ്ളോഗേഴ്സിനോട് പറയുവാണ്, നിങ്ങൾ സാധനം മേടിച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ മേടിച്ച് ഇതൊക്കെയാണ് എന്ന് കാണിക്കുന്ന ആ ഒരു പ്രവണതയെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഒരുപാട് കുട്ടികളുടെ മനസ്സിനെ നിങ്ങൾക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റും. ഇത് കുട്ടികളുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഇത് ഞാൻ സ്കൂൾ ടൈം ആയതുകൊണ്ട് ഞാനിതൊന്ന് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഈ ഗീവ് അവേ ചെയ്യുന്നത് കൊണ്ട് അത് മനസ്സിലായി. ഒരുപാട് കുട്ടികൾ ഈ പറയുന്ന ബാഗില്ലാണ്ടും അല്ലെങ്കിൽ ബുക്കുകളില്ലാതെ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് തന്നെ എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ സഹോദരന്റെ മക്കൾക്ക്, അവർ 8-ലോ 9-ലോ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവർക്ക് 2 ബാഗ് മേടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. കഴിഞ്ഞ വർഷം മേടിച്ചു കൊടുത്തു. ഈ വർഷവും അമ്മ വിളിച്ച് പറഞ്ഞു, എടാ അവർ ജയിച്ചു കിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം, സന്തോഷം, കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. നീ 2 ബാഗ് മേടിച്ചു കൊടുക്കോ എന്ന് ചോദിച്ചു. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വർഷത്തെ ബാഗ് തന്നെ അടുത്ത വർഷം കൊണ്ടുപോയ സമയങ്ങളുണ്ടായിരുന്നു. ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മുടെ സീനിയേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിൽ പഠിച്ച സമയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനോട് കടന്നു വന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷമം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാനും മനുവും കൂടി തീരുമാനമെടുത്തത്, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കുട്ടികൾക്ക് നമ്മുടെ ഉള്ള വരുമാനം വെച്ചിട്ട്, ഉള്ള ഒരു എമൗണ്ട് വെച്ചിട്ട് കുറച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബാഗ് മേടിച്ചു കൊടുക്കാം എന്ന് തീരുമാനമെടുത്തു. പക്ഷേ എനിക്കറിയില്ല, എന്തോ ദൈവാധീനം കൊണ്ട് ഞങ്ങളുടെ ഫണ്ട് മാത്രമല്ല അതിനകത്ത് വരുന്നത്, വേറെയും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 പേരുടെ അവരും കൂടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും കൂടി ചേർത്തിട്ട് ഞങ്ങൾ കുറച്ച് പേർക്ക്, ഞാൻ അവിടെയും ഒരുപാട് ഒരു ഫിഗർ പറയുന്നില്ല, കുറച്ച് പേർക്ക് ഇത് ചെയ്യാമെന്ന് പറയുന്നു. അതും അർഹതപ്പെട്ടവർക്ക് മാത്രം, നമ്മളിലേക്ക് വരുന്ന എല്ലാവർക്കും കൊടുക്കാമെന്നല്ല. അതിനകത്ത് ഇന്നലെ ഒരു മെസ്സേജ് വന്നു, ചേട്ടാ എനിക്ക് ബാഗ് തരുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ നോക്കിയപ്പം ഗംഭീരമായിട്ടുള്ള വീട്, അവിടെ ഒരു കാർ കിടക്കുന്നു, എങ്ങനെ കൊടുക്കാൻ പറ്റുക? അതിലും എത്രയോ കഷ്ടപ്പെടുന്ന പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ അർഹതപ്പെട്ടവരിലേക്ക് ഇത് എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. നമ്മളിലുള്ള വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യമാണ്. ഇതിനകത്ത് സബ്സ്ക്രിപ്ഷനോ ഫോളോയിങ്ങോ ഒന്നും ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ഇങ്ങനെ ഒരുപാട് കുട്ടികളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഒരു ബാഗ് പോലും, ഒരു മോൻ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ബാഗ് കീറിപ്പോയി, കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബാഗാണ്, ഈ വർഷം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കീറിപ്പോയി. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിക്ക് ഇപ്രാവശ്യവും തന്നെ 2 ബാഗും അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാശുകൊണ്ട് ചെയ്യുന്ന അല്ല കേട്ടോ, നമ്മുടെ ഉള്ള വരുമാനത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ പറയാൻ കാരണം, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. ആ സിറ്റുവേഷനിലാണ് ഇവിടെ ഈ ഫാമിലി ബ്ലോഗേഴ്സായിട്ടുള്ള ആൾക്കാർ ഇത്തരം പരിപാടികൾ കാണിക്കുന്നത്. അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കണ്ടിട്ട്, നിങ്ങളുടെ വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവരുടെ പാരൻസിനോട് ഇത് ചോദിക്കുന്നുണ്ട്, എനിക്ക് വാങ്ങിച്ചു തരുമോ, എനിക്കിത് ഇന്ന കുട്ടി ഇന്ന പോലെ മേടിച്ചു, അതുപോലത്തെ എനിക്ക് മേടിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കിത് മേടിച്ചു കൊടുക്കാനുള്ള നിവൃത്തി ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആ സന്തോഷം അവിടെ കിട്ടുമ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ അത് കണ്ടിട്ട് സങ്കടപ്പെടുകയാണ്. അവർക്ക് കിട്ടാത്തത് കൊണ്ടുള്ള സങ്കടമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഫാമിലി വ്ളോഗേഴ്സിനോട് പറയാനുള്ളത്, ഇത്തരം വീഡിയോകൾ നിങ്ങൾ കഴിവത് ഒഴിവാക്കുക. ഇതുപോലെ തന്നെയാണ് മറ്റു പല വീഡിയോകൾ കാണുമ്പോഴും ഒരുപാട് പേര് ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. പലരുടെയും കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്കൂൾ ടൈം ആയതുകൊണ്ട് ഞാൻ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇത് മാത്രമല്ല, ഈ ഫാമിലി വ്ളോഗേഴ്സ് തന്നെ ഇവരുടെ മറ്റു വീഡിയോകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇന്ന സാധനം മേടിച്ചു, ഇതൊക്കെ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും മേടിക്കാൻ പറ്റാത്ത ആൾക്കാരും നമ്മുടെ സൊസൈറ്റി ജീവിക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ വീഡിയോ ചെയ്യേണ്ടെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതിങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്ന ആ ഒരു ടെൻഡൻസി ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. ഇത് ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആൻറ്റി സംസാരിക്കുന്ന ഒരു ഓഡിയോ ഞാൻ കേട്ടു. അവരുടെ 7 വയസ്സുള്ള കുട്ടി ഈ പറയുന്ന പർട്ടിക്കുലർ ഫാമിലി വ്ളോഗറുടെ അവരുടെ മക്കൾ 2 കൊച്ചു കുട്ടികളാണുള്ളത്. അവരുടെ വീഡിയോകൾ കണ്ടിട്ട് സ്ഥിരം വ്യൂവറാണ്. അപ്പം വീഡിയോകൾ കണ്ടിട്ട് ഈ കുട്ടി ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. എന്നിട്ട് അമ്മയോട് പറയണം, അമ്മ ദേ കണ്ടില്ലേ, അവർ ബാഗ് മേടിച്ചു, ബുക്ക് മേടിച്ചു, അവർ അത് മേടിച്ചു, ഇത് മേടിച്ചു, ടോയ്സ് മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആ സങ്കടമാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ചാനലിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കൾ മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇവിടെ കുറേ കൊച്ചുകുട്ടികൾ സങ്കടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്നതിന്റെ ഒരു എന്താ പറയുക, ആ ഒരു ശൈലി ഒന്ന് മാറ്റുക. കഴിയുമെങ്കിൽ ആ സാധനങ്ങളെങ്കിലും പുറത്ത് കാണിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നു, ആ മേടിച്ച സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഈ അൺബോക്സിംഗ് പരിപാടിയെങ്കിലും കഴിവത് ഒഴിവാക്കുക. ഞാൻ അത് മേടിച്ചു, ഇത് മേടിച്ചു, ഇങ്ങനെ എണ്ണിപ്പെറുക്കി വെക്കുമ്പോൾ ഇവിടെ കുട്ടികളുടെ മനസ്സ് അതിനാഗ്രഹിക്കുകയാണ്, കൊതിക്കുകയാണ്. അത് പക്ഷെ മേടിച്ചു കൊടുക്കാൻ ആ പാരൻസിന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് ആ കുട്ടികളുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കും.
സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന കുട്ടികൾക്ക് ഈ ഒരു ബാഗ് മേടിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ എന്റെയോ മനുവിന്റെയോ ചാനലിൽ, അതായത് ദേവ് ഡീകോഡ്സ് എന്ന പ്രൊഫൈലിലോ അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് മനു എന്ന പ്രൊഫൈലിലോ ഒരു മെസ്സേജ് അയക്കുക. അർഹതപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആ കുട്ടീനെ പരിഗണിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.